ഡാനി പോൾ ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. ഡാനി, ഇനി വെറും 10 മിനിറ്റ് മാത്രം, 10 മിനിറ്റ് തികച്ചില്ല കേസ് വീണ്ടും പരിഗണിക്കാൻ. ഹൈക്കോടതിയിൽ രാവിലെ ഇതിൽ സർക്കാർ അഭിഭാഷകൻ എടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. ഇന്നലെ രാത്രി 7 മണി വരെ കാത്തുനിന്നു ജയിൽ അധികൃതർ. പക്ഷേ ജാമ്യത്തിന് ബോണ്ട് ഹാജരാക്കി പുറത്തിറങ്ങാൻ അവർ തയ്യാറായില്ല എന്നതാണ്. ഇന്ന് സർക്കാർ അഭിഭാഷകരും ബോബിയുടെ അഭിഭാഷകരും കോടതിയിലെടുക്കാൻ പോകുന്ന നീക്കം അത് ശ്രദ്ധേയമായിരിക്കില്ലേ? എന്താണ് കോടതി നടപടികൾ? കൃത്യസമയത്ത് തന്നെ 12 തന്നെ ഇത് വീണ്ടും പരിഗണിക്കുമോ? അല്പസമയത്തിനുള്ളിൽ ഈ കേസിന്റെ അതിസുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ 12 മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിക്കുന്നു. അതേസമയം 12 തന്നെ ഹൈക്കോടതിയും ഇത് പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയിൽ സർക്കാരിന്റെയും ഒപ്പം ബോബിയുടെയും അഭിഭാഷകരെടുക്കാൻ പോകുന്ന നീക്കം നിർണായകമാവും. ഡാനി പോൾ ഉണ്ട്. ഡാനി, ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശം താൻ ബോധപൂർവം ഒരു ദിവസം വൈകിച്ചതാണ് എന്നത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മറ്റ് പുറത്തിറങ്ങാൻ കഴിയാത്ത മറ്റ് തടവുകാരുടെ അവസ്ഥ കേൾക്കാൻ താൻ ചെലവഴിച്ചു എന്നതാണ്. ആ വാദമല്ലാതെ കോടതിയിൽ ബോബിയുടെ അഭിഭാഷകർ മറ്റൊരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ കൂടി കോടതിയിൽ ഉണ്ടാവുന്നുണ്ട്. കൃത്യസമയത്ത് തന്നെ കേസ് എടുക്കുമോ? എന്തായിരിക്കും സാഹചര്യം? കൃത്യസമയത്ത് തന്നെ എടുക്കുമെന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. വൈകാതെ കേസിലേക്ക് കോടതി കടന്നേക്കും. ഇതിൽ സജിത്ത സൂചിപ്പിച്ചതുപോലെ ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ ആദ്യ പ്രതികരണം തന്നെയാണ് അവർ പ്രതിസന്ധിയിലാക്കുന്നത്. കാരണം അദ്ദേഹം അത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ താൻ ഇവർക്ക് വേണ്ടിയാണ്, മറ്റ് പ്രതികൾക്ക് വേണ്ടി ജാമ്യം ലഭിച്ചിട്ട് അതോടൊപ്പം തന്നെ റിമാൻഡ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവർക്ക് വേണ്ടി താൻ അവിടെ കഴിയുകയായിരുന്നുവെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നത്. അത് തന്നെ കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെയാണ് നമ്മൾ അതിനു മുൻപ് അവരുടെ അഭിഭാഷകൻ അവിടെ എത്തിയിരുന്നു, ഇവിടെ നിന്നുള്ള രേഖകൾ കൈമാറുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ ഇത് കൈമാറാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ രേഖകൾ കോടതിയിൽ നിന്ന് ലഭിക്കാൻ വൈകി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തങ്ങൾക്ക് ഇവിടേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അങ്ങനെ വൈകി സമയം കഴിഞ്ഞും എത്തിച്ച് അനധികൃതമായി പുറത്തിറക്കേണ്ട എന്ന് കരുതിയാണ്, അദ്ദേഹം ഉപയോഗിച്ച വാക്കും അത് തന്നെയാണ്, അനധികൃതമായി പുറത്തേക്ക് ഇറക്കേണ്ട എന്ന് കരുതിയാണ് തങ്ങൾ വരാതിരുന്നത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ ഇത് ആ ഒരു പ്രസ്താവനയെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആദ്യ ഇതിൽ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. താൻ എന്തുകൊണ്ട് ജയിലിൽ കഴിഞ്ഞുവെന്ന് അദ്ദേഹം സവിസ്തര മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. രണ്ടാമത് മാത്രമാണ് താൻ ഇവിടെ കഴിഞ്ഞത് രേഖകൾ കൂടി കിട്ടാൻ ഉണ്ടായിരുന്നു എന്നത് പറയുകയും ചെയ്ത്. എന്തായാലും അദ്ദേഹം സ്വയം പ്രതിസന്ധിയിലാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അതെന്നുള്ളത് സംശയമൊന്നുമില്ല. ഇനിയിപ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് പറയുവാനുള്ളതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് ഏത് രീതിയിലുള്ള ഒരു വിശദീകരണമാണ് വരാനുള്ളതെന്നാണ് അറിയേണ്ടത്. കോടതി കടുത്ത നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. കാരണം ഇവിടെ കോടതിയുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂരിനെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തിരിക്കുന്നു. കാരണം ഇതൊരു സാധാരണ കേസായി ജാമ്യം ലഭിച്ച് പുറത്തു പോകേണ്ട ഒരു കാര്യമാണ് ഇത്രമേൽ സങ്കീർണമാക്കിക്കൊണ്ട്, ഇത്രമേൽ അത് ഗുരുതര സ്വഭാവത്തിലുള്ളതാക്കിക്കൊണ്ട് മാറ്റിയിരിക്കുന്നത്. സജിത്തിനറിയാം, നമ്മൾ ഈ സമീപകാലത്തൊന്നും ഇങ്ങനെ കോടതി ഒരു ജാമ്യം ലഭിച്ച ഒരു കേസിൽ വീണ്ടും സ്വമേധയാ ഇടപെട്ടുകൊണ്ട് രാവിലെ തന്നെ ആ കേസുമായി ഇടപെട്ടുകൊണ്ട് പ്രസ്താവന കാര്യങ്ങളിലേക്ക് കടക്കുക, അതിന്റെ ഒരു മെറിറ്റിലേക്ക് പോകുക, പിന്നീട് ജാമ്യം ഉപാധികളിൽ ഒന്നുകൂടി കോടതി ചേർക്കുകയാണ് ചെയ്തത്. പാസ്പോർട്ടിന്റെ കാര്യമടക്കം കോടതി നിലപാടെടുക്കുകയാണ് ചെയ്തത്. കർശന ഉപാധികൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് കഴിയുമെന്ന് വിളിച്ചു പറയുകയാണ്, കോടതി തന്നെ പറയുകയാണ് ചെയ്തത്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഇനി കോടതി 12 മണിക്ക് ചേരുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള ഒരു വിശദീകരണമാണ് കോടതിക്ക് മുന്നിലേക്ക് എത്തുക എന്നതാണ് ഇനി അറിയേണ്ടത്. കോടതി എന്ത് പറയുന്നു എന്നതാണ്. കാരണം നിലവിൽ കോടതി ജാമ്യം റദ്ദാക്കാൻ വരെ അറിയാവുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതി അതിൽ കർക്കശമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഉപാധികൾ വയ്ക്കുമോ, ഏതെങ്കിലും രീതിയിലുള്ള നിലപാടെടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണം. കഴിഞ്ഞ ദിവസം തന്നെയും ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ജാമ്യം കൊടുക്കുന്നുണ്ട്, ജാമ്യം നൽകുന്നുണ്ട്. അത് നിലവിൽ അത് ചുമത്തപ്പെട്ട വകുപ്പുകളുടെല്ലാം തന്നെ സ്വഭാവം അനുസരിച്ചുകൊണ്ടാണ് അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ
എന്ന് കരുതി ഇക്കാര്യങ്ങളിൽ ഗൗരവ സ്വഭാവമില്ല എന്ന് പറയരുത്. കാരണം ഇങ്ങനെ ഒരാളെ സമൂഹമധ്യത്തിൽ അപമാനിക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത്. അത് ഒരിക്കലും ആശ്വാസമായ ഒരു കാര്യമല്ല. അതിൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട ഒരിടം തന്നെയാണ് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായ നിലപാടുകൾ കോടതി അത് കേസ് ജാമ്യം അനുവദിക്കുമ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ജാമ്യം കൊടുത്ത ഒരു കോടതിയോടാണ് ഈ രീതിയിലേക്ക് ബോബി ചെമ്മണ്ണൂർ പെരുമാറുന്നത്. ജാമ്യം ലഭിച്ച ശേഷം താൻ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ചില കാര്യങ്ങൾ താൻ അകത്ത് കഴിയാനിടയായ സാഹചര്യം പറയുന്നു. മറ്റു തടവുകാർക്ക് വേണ്ടി താൻ തുടരുകയാണെന്നതെല്ലാം പറയുമ്പോൾ നിലവിലുള്ള ഒരു വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു എന്നാണ്. മാത്രമല്ല കോടതി പറഞ്ഞു മുതിർന്ന അഭിഭാഷകനെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റമായി പോയി. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായവരെ പോലും അതിൽ നാണം കെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പെരുമാറ്റമായി പോയി എന്ന് അടക്കം കോടതി പറയുകയും ചെയ്തു. ഇതൊക്കെ ഗുരുതര സ്വഭാവത്തോട് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്ന് കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു എന്നതിനൊപ്പം തന്നെയാണ് ഇന്നലെ ജയിലിന് പുറത്ത് കുറച്ചുപേരെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന കുറച്ചുപേർ അവിടെ എത്തിയിരുന്നു. അവർ മുദ്രാവാക്യം മുഴക്കുന്നു, ചില പരാമർശങ്ങൾ നടത്തുന്നു. അത് ഈ കോടതി വിധിക്ക് പോലും എതിര് നിൽക്കുന്ന രീതിയിലേക്ക് പരാമർശങ്ങൾ നടത്തുകയെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ക്രൗഡിന്റെ സ്വഭാവവും അവരുടെ പെരുമാറ്റം ഇതെല്ലാം ഒരു ഓർഗനൈസ്ഡ് രീതി എന്ന രീതിയിലേക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു PR സംവിധാനമാണോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് കോടതിക്ക് മുന്നിലേക്ക് വരികയും സ്വമേധയാ ഇതിൽ കേസ് പരിഗണിക്കാൻ തീരുമാനിക്കുകയും തന്നെ ചെയ്തത്. കോടതി വീണ്ടും ഈ കേസ് വിളിപ്പിക്കുന്നു, അഭിഭാഷകരെ വിളിപ്പിക്കുന്നു. ഇത്ര കണ്ട് ഗുരുതരമായ പരാമർശമടക്കം ഈ സമയം കൊണ്ട് നടത്തിയിരിക്കുകയും ചെയ്യുന്നു. ഇനി 12 മണിയോടുകൂടി കോടതി വീണ്ടും ഈ കേസെടുക്കുമ്പോൾ അത് ഏത് രീതിയിൽ നിരീക്ഷിക്കുന്നു എന്നതടക്കമാണ് കാണേണ്ടത്. നിലവിൽ സംസാരിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ വിലക്ക് മറ്റു വിഷയങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് ആ രീതിയിൽ നേരത്തെ തന്നെ അത്തരം ആ രീതിയിലേക്ക് കാര്യങ്ങൾ കോടതി പറഞ്ഞിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്ത് സംസാരിക്കുന്നു എന്നതും എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ഒരേ സമയം തന്നെയാകും ഇതെല്ലാം തന്നെ സംഭവിക്കുമോ എന്നാണ് നോക്കുന്നത്. ഒരുപക്ഷെ അഭിഭാഷകരടക്കം ഇക്കാര്യങ്ങളിൽ ഒരു ഇടപെടേണ്ട ബോബി ചെമ്മണ്ണൂർ സംസാരിക്കുന്നതിൽ അടക്കമുള്ള കാര്യങ്ങൾ അഭിഭാഷകരുടെ നിർദ്ദേശം തേടാനുള്ള ഒരു സാധ്യതയും വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട്. സജിത്ത്.